വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഈ ഒരു സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. എക്സാമും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സിലബസ് ഡിസ്കഷനും അതുമായി ബന്ധപ്പെട്ട സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സൊക്കെയാണ് നോക്കുന്നത്. ഒരു ഡീറ്റെയിൽഡ് സിലബസ് അതിന് നമുക്ക് പറയാനില്ല. പക്ഷെ എങ്കിൽ പോലും ഡീറ്റെയിൽഡ് സിലബസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ PSC തന്നിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും നമ്മുടെ PG ലെവലുകളിലെ സോഷ്യൽ വർക്കും സോഷ്യോളജിയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ PG ലെവലിലെ സോഷ്യോളജി അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ കഴിഞ്ഞ വെൽഫെയർ ഓഫീസർ ആവട്ടെ, പ്രൊബേഷൻ ഓഫീസർ ആവട്ടെ, ICDS സൂപ്പർവൈസർ ആവട്ടെ, ഈ എക്സാമ്പിളൊക്കെ നിങ്ങൾ എഴുതിയവരായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കൊക്കെയാണ് ഇതും എഴുതാൻ പറ്റുന്നത്. അപ്പോൾ അതിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷെ കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്കതിൽ പഠിക്കാനുണ്ട്. കാരണം PG ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ എന്ത് ചെയ്യാനുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ICDSലും പ്രൊബേഷനിലും നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള സിലബസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നമുക്കങ്ങനെ കൃത്യമായിട്ടുള്ളൊരു സിലബസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ PG ലെവൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വൈഡ് ഏരിയ. ദെൻ അതിൽ പിന്നെ നമ്മുടെ ഈ ഒരു എക്സാമിൽ പ്രത്യേകത കുറച്ച് ലേബർ ലോസ് വരുന്നുണ്ട്, കുറച്ച് നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതും ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. LLB സ്റ്റുഡൻസിനും എഴുതാൻ പറ്റുന്നൊരു എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ സോഷ്യൽ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറാണ്. നമ്മുടെ വർക്കിംഗ് വിത്ത് ഇൻഡിവിജ്വൽസ് അഥവാ സോഷ്യൽ കേസ് വർക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പരിചിതമാകാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് പരിചിതമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ അങ്ങനെ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണുമ്പോൾ തന്നെ ഒരുവിധം ഏരിയ നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഏരിയ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഏരിയാസ് ആയിരിക്കും. വളരെ കുറച്ച് ഏരിയാസ് മാത്രമേ നമുക്ക് കവറപ്പ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. നമുക്ക് ലേബർ ലോസും കൂടി ആയിരിക്കും കുറച്ചുകൂടി അതിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് the term relationship in social casework was used for the first time in the book A Change in Psychology in Social Casework in 1939 by. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 2-3 ഡാറ്റകൾ കിട്ടി. ആദ്യം ആ ഡാറ്റകളൊന്ന് ആലോചിച്ച് വയ്ക്കുക. ദ ടേം റിലേഷൻഷിപ്പ് അല്ലേ, ബന്ധങ്ങൾ അല്ലേ, സോഷ്യൽ കേസ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നൊരു ടേം. ബന്ധങ്ങൾ അല്ലേ, എന്താണ് സോഷ്യൽ കേസ് വർക്ക് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് എ ചേഞ്ച് ഇൻ സൈക്കോളജി ഇൻ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അതും ഏത് വർഷം? 1939 ഓക്കെ, അപ്പോൾ ഇത് ആര് എഴുതി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എ ചേഞ്ച് ഇൻ സൈക്കോളജി ഇൻ സോഷ്യൽ കേസ് വർക്ക് ഇൻ 1939 ആരാണ് അത് എഴുതിയത്? അതിലാണ് നമ്മുടെ സോഷ്യൽ കേസ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്. മേരി റിച്ച്മോണ്ട് ആണോ, വിർജിനൽ റോബിൻസ്റ്റൺ ആണോ, H പേൾമാൻ ആണോ, ഹാമിൽട്ടൺ ആണോ? ഈ 4 ഓപ്ഷനാണ് അല്ലേ. ഇവരെ 4 പേരെക്കുറിച്ചും നിങ്ങൾക്ക് സുപരിചിതമായ പേരുകളായിരിക്കും അല്ലേ. മേരി റിച്ച്മോണ്ടിനെ കുറിച്ചൊക്കെ അല്ലേ നമുക്ക് നന്നായിട്ട് അറിയാം. ദെൻ അതുപോലെ തന്നെ പേൾമാൻ, ഒരുപാട് ഡെഫിനീഷൻസിൽ നമ്മൾ അവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം അല്ലേ. ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് B ആണ് വരുന്നത് അല്ലേ. B ആരായിരുന്നു? വിർജീന റോബിൻസൺ. അപ്പോൾ വിർജീന റോബിൻസൺ ആണ് എ ചേഞ്ചിങ് സൈക്കോളജി അല്ലേ, എ ചേഞ്ചിങ് സൈക്കോളജി ഇൻ സോഷ്യൽ കേസ് വർക്ക് 1939 എഴുതിയ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിലാണ് സോഷ്യൽ കേസ് വർക്കിലെ എന്തിനെക്കുറിച്ച് പറഞ്ഞത്? റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ സോഷ്യൽ വർക്കിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ഫിഗർ ആയിരുന്നു നമ്മുടെ വിർജിന റോബിൻസൺ എന്ന് പറയുന്ന വ്യക്തി അല്ലേ. അല്ലെങ്കിൽ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഫീൽഡ് ത്രൂ ഹെർ വർക്ക് ഓർ റൈറ്റിങ്സ് അല്ലേ. അവരുടെ കൃതികൾ കൊണ്ടും അവരുടെ എഴുത്തുകളിലൂടെയും ഒരുപാടധികം സോഷ്യൽ വർക്കിനെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഫേമസ് ആക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. In 1939 she authored the book A Changing Psychology in Social Case Work അല്ലേ. അപ്പോൾ അവരുടെ ബുക്കായിരുന്നു എന്ത്? ഈ ചേഞ്ചിങ് സൈക്കോളജി ഇൻ സോഷ്യൽ കേസ് വർക്ക്. ഇവിടെ അവരെന്ത് ചെയ്തു? റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന
ടേം എന്ത് ചെയ്തു അവർ യൂസ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ ടേം യൂസ് ചെയ്തത്? ടു എംബസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സോഷ്യൽ വർക്കർ ആൻഡ് ദ ക്ലയൻറ്റ്. സോഷ്യൽ കേസ് വർക്ക് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? ഒരു സോഷ്യൽ വർക്കറും ഒരു ക്ലയൻറ്റും തമ്മിൽ എന്തുണ്ടായിരിക്കണം? ദർ ഈസ് ആൻ റിലേഷൻഷിപ്പ് ഇൻ ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ഒരു ട്രസ്റ്റബിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലേ? ഞാനൊരു സോഷ്യൽ വർക്കറാണ്, എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്ന് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയണമെങ്കിൽ അവർക്ക് ഞാൻ കൺവീനിയൻ്റ് ആയിരിക്കണം, ട്രസ്റ്റബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം, എന്നോടൊരു ലൊയാലിറ്റി ഉണ്ടായിരിക്കണം, വിശ്വസ്തതയൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു സോഷ്യൽ വർക്കറും ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഈ വിർജിന റോബിൻസൺ അവരുടെ പുസ്തകമായ എ ചേഞ്ച് ഇൻ സൈക്കോളജി ഇൻ സോഷ്യൽ വർക്കിലൂടെ സംസാരിക്കുന്നത്. Robinson emphasized the significance of building a strong and supportive relationship between the social worker and the individual seeking assistance. അല്ലേ? ഇപ്പോൾ എനിക്കൊരു സഹായം വേണം, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഞാനൊരു സോഷ്യൽ വർക്കറുടെ അടുത്തോട്ട് പോവാണ്. ഞങ്ങൾക്കിടയിലെ റിലേഷൻഷിപ്പിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആരെ? ഈ പറയുന്ന റോബിൻസൺ എന്ന് പറയുന്നത്. ദെൻ ഷീ ബിലീവ്ഡ് ദ ഓക്കെ, നമ്മുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ടു ദ സക്സസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഇന്റേൺഷിപ്പ്. അവിടെ പറയുന്നത് ബന്ധങ്ങൾ അല്ലെങ്കിൽ നല്ല ഗുഡ് റിലേഷൻഷിപ്പ് എപ്പോഴും എന്താണ്? സോഷ്യൽ കേസ് വർക്കിൻ്റെ സക്സസിനെ അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെൻട്രൽ ആണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which model of casework emphasizes on the idea that humans have the freedom to make sense of their lives? അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ കേസ് വർക്കിൻ്റെ മോഡലിനെ കുറിച്ചാണ് പറയുന്നത്. പല ടൈപ്പ് ഓഫ് മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. മോഡൽസ് ഓഫ് കേസ് വർക്കിൽ പലതരത്തിലുള്ള മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏതോ ഒരു മോഡൽ എന്താണ്? ഹ്യൂമൻസ് ഹാവ് ദ ഫ്രീഡം, അല്ലേ? ഹ്യൂമൻസിന് എന്തുണ്ട്? സ്വാതന്ത്ര്യമുണ്ട്. ടു മേക്ക് സെൻസ് ഓഫ് ദെയർ ലിവ്സ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഫ്രീഡം ഹ്യൂമൻസിനുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് ഊന്നൽ നൽകുന്ന കേസ് വർക്കിൻ്റെ ഏത് മോഡലാണ് എന്നാണ് ചോദിക്കുന്നത്, അല്ലേ? ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ മോഡലാണോ, ബിഹേവിയറൽ മോഡലാണോ, സൈക്കോ ഡൈനാമിക് മോഡലാണോ, സൈക്കോ സോഷ്യൽ മോഡലാണോ? അപ്പോൾ ഇതൊക്കെ ദീസ് ആർ ദ മോഡൽസ് ഓഫ് കേസ് വർക്ക്. ഇതൊക്കെ പല ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ പല മോഡലുകളാണ് കേസ് വർക്കിൻ്റെ. അപ്പോൾ ഇതിൽ ഏതാണ് ഹ്യൂമൻസിന് തൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, സെൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് വാദിക്കുന്ന മോഡൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഹ്യൂമൻസ് എന്ന് പറയുന്ന ആ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ വി ഗെറ്റ് ദ ആൻസർ, അല്ലേ? ആൻസർ പറയുന്നത് ഏതാണ്? ആൻസർ എ ആണ് വരുന്നത്. ഏതാണ് ആൻസർ? ഏതായിരുന്നു? ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ മോഡൽ, അല്ലേ? അപ്പോൾ ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ മോഡലാണ് ഈ ഒരു ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്, സെൻസ് മേക്ക് ചെയ്യുക, അല്ലേ? The model of casework that emphasizes the idea that humans have the freedom to make sense of their lives is the humanistic existential model. This approach focuses on the individual subjective experience, personal responsibility, and the pursuit of meaning and self-actualization. അല്ലേ? ഈ ഒരു അപ്രോച്ച് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസിന് ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് കിട്ടാനും പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിക്കും അതുപോലെ തന്നെ പേഴ്സ്യൂട്ട് ഓഫ് മീനിങ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, അല്ലേ? ഒരു സ്വന്തമായിട്ടുള്ളൊരു തൃപ്തി കിട്ടാനൊക്കെയാണ് ഈ ഒരു മോഡൽ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഹ്യൂമൻസിന് എപ്പോഴും ഹ്യൂമൻസിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം, എപ്പോഴും അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്നൊരു മോഡലാണ് ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, it incorporates elements from both humanistic and existential psychology, emphasizing the importance of personal agency and the individual capacity for self-reflection and choice. അല്ലേ? എന്താ അതിൽ പറയുന്നത്? ഒരു സെൽഫ് റിഫ്ലക്ഷനും അതുപോലെ തന്നെ ചോയ്സിനും എന്ത് ചെയ്യാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷൻ മോഡൽ സെൽഫ് റിഫ്ലക്ഷനും ചോയ്സിനും, അല്ലേ? വ്യക്തികളുടെ സെൽഫ് റിഫ്ലക്ഷനും സ്വയം പ്രതിഫലനത്തിനും അവരുടെ ചോയ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മളവിടെ കുറച്ച് മോഡൽസുകൾ ഓൾറെഡി കണ്ടു, അല്ലേ? ബിഹേവിയറൽ മോഡൽ, സൈക്കോ ഡൈനാമിക് മോഡൽ, സൈക്കോ സോഷ്യൽ മോഡൽ, ഇതൊക്കെ കണ്ടു. എന്തൊക്കെയാണ് അത് നോക്കാം, അല്ലേ? ബിഹേവിയർ മോഡൽ, അല്ലേ? സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് ബിഹേവിയർ മോഡൽ, അല്ലേ? ബിഹേവിയർ മോഡൽ നമ്മുടെ സ്വഭാവപരമായിട്ടുള്ള മോഡൽ, അല്ലേ? ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്നൊക്കെ നമ്മൾ സൈക്കോളജിയിൽ പറയും.
അപ്പോൾ ബിഹേവിയർ മോഡൽ പറയുന്നത് ദ ബിഹേവിയറൽ മോഡൽ പ്രൈമർലി ഫോക്കസ് ഓൺ ഒബ്സർവബിൾ ബിഹേവിയേഴ്സ് അല്ലേ, നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരാളുടെ സ്വഭാവം, അതിനെയാണ് എന്ത് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ ബിഹേവിയറൽ മോഡൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. ആൻഡ് ദ എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദം അല്ലേ, അത് മാത്രമല്ല നമ്മുടെ നിരീക്ഷിക്കപ്പെടുന്ന സ്വഭാവം മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അല്ലേ, പരിസ്ഥിതി ഘടകങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നും എന്തുണ്ട് ഈ ബിഹേവിയർ മോഡലിൽ പറയുന്നുണ്ട്. ഇറ്റ് ടെൻസ് ടു എംഫസൈസ് ദ റോൾ ഓഫ് കണ്ടീഷനിങ്, റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ലേണിംഗ് ഇൻ ഷേപ്പിംഗ് ബിഹേവിയർ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് ബിഹേവിയർ മോഡലിൽ വരുന്ന ഒരു 2 പ്രധാനപ്പെട്ട ടേമാണ് കണ്ടീഷനിങ്ങും റീഇൻഫോഴ്സ്മെൻറ്റും. കണ്ടീഷൻ ചെയ്യിപ്പിക്കുക, ഒരു കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് അല്ലേ, അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു രാവിലെ 11 മണിയാകുമ്പോൾ ഒരു ഇൻ്റർവെൽ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ബെല്ലടിക്കുന്ന സമയത്ത് ദേ നോ ദാറ്റ് ഇത് ഇൻ്റർവെൽ ടൈമാണ്, അതുകൊണ്ടാണ് ആ ബെല്ലടിച്ചത്. അപ്പോൾ ഡെയിലി ഒരു കുട്ടിക്ക് ആദ്യം ചെല്ലുന്ന 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ആദ്യ ദിവസം അറിയത്തില്ല 11 മണിക്ക് എന്തിനാണ് ബെല്ലടിക്കുന്നതെന്ന് അറിയില്ല. 11 മണിക്ക് ബെല്ലടിച്ചു, ആദ്യ ദിവസം ബെല്ലടിച്ചു കഴിഞ്ഞ് കുട്ടികളെല്ലാവരും പുറത്തോട്ട് പോകുന്നു, കളിക്കുന്നു. 2ാമത്തെ ദിവസം ബെല്ലടിക്കുമ്പോൾ ചിലപ്പോൾ അവർ ഇന്നലത്തെ കാര്യം ആയിരിക്കും, മേ ബി അതിനായിരിക്കാം. 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, 5, 6, 7 ദിവസം ആകുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലായി എന്താണ് 11 മണിക്ക് ബെല്ലടിക്കുന്നത് എന്തിനാണ്, പുറത്തോട്ട് പോകാനാണെന്ന് അവർക്ക് മനസ്സിലാകും അല്ലേ. അപ്പോൾ എന്താണ് കണ്ടീഷനിങ് ചെയ്യാണ് അല്ലേ. അതുപോലെ തന്നെ റീഇൻഫോഴ്സ് ചെയ്യുക അല്ലേ, പല ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്, നമ്മൾ പലതരത്തിൽ നമ്മളെ പ്രോത്സാഹിപ്പിക്കപ്പെടും അല്ലേ. ചിലപ്പോൾ നമുക്കൊരു അടി തന്നിട്ട് ഇനി ഇങ്ങനെ ചെയ്യരുത്, അതൊരു തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ്, നമുക്കതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയാം അല്ലേ. ഇനി നമുക്ക് എന്തെങ്കിലും നമ്മൾ നല്ലൊരു കാര്യം ചെയ്തു നമുക്കൊരു സമ്മാനം തരികയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് നമുക്കതിനെ പറയാൻ പറ്റൂ അല്ലേ. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റിനും കണ്ടീഷനിങ്ങിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മോഡലാണ് ബിഹേവിയറൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മോഡൽ എന്താണ്, സൈക്കോ ഡൈനാമിക് മോഡലാണ് അല്ലേ. ദ സൈക്കോ ഡൈനാമിക് മോഡൽ അസോസിയേറ്റഡ് വിത്ത് ദ തിയറീസ് ഓഫ് സിഗ്മണ്ട് ഫ്രോയിഡ് and others explores unconscious process, early life experience and the influence of the unconscious mind on behavior. അല്ലേ, ഈ സൈക്കോ ഡൈനാമിക് മോഡലിൽ എന്താ പറയുന്നത്, സൈക്കോ ഡൈനാമിക് മോഡലിൽ പറയുന്നത് പ്രധാനമായിട്ടും ഇത് മുന്നോട്ട് വെച്ച വ്യക്തി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലേ. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിന് 3 ഘട്ടങ്ങളുണ്ട്, കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് അല്ലേ. കോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോധമുള്ളൊരവസ്ഥയാണ്, നമ്മൾ ഇപ്പം നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. സബ് കോൺഷ്യസ് മൈൻഡ് എന്നാൽ നമുക്കിങ്ങനെ എന്ത് ചെയ്യണം, നമുക്കൊന്ന് ആലോചിച്ചാൽ നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് വെച്ചാൽ നമുക്ക് പല കാര്യങ്ങളും അറിയില്ല. അപ്പോൾ നമ്മുടെ മൈൻഡിലെ പല കാര്യങ്ങളും അൺകോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത് അല്ലേ. വളരെ കാലഘട്ടത്തിലെ പല കാര്യങ്ങളും നമുക്കിപ്പോൾ അറിയത്തില്ല. എന്നാൽ കുറച്ച് മുന്നേ നടന്ന ഒരു 10 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ഒരു 15 വർഷം മുന്നേ നടന്ന കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സബ് കോൺഷ്യസ് മൈൻഡിലാണ്, എപ്പോൾ വേണമെങ്കിലും അത് എന്ത് ചെയ്യാം, അൺകോൺഷ്യസിലോട്ട് പോകാം അല്ലേ. നമുക്ക് വേണമെങ്കിൽ റീകോൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്താൽ എടുക്കാം. അതുകൊണ്ടാണ് PSC പഠിക്കുന്നത് നമ്മളോട് റിപ്പീറ്റേഷൻ വേണമെന്ന് പറയുന്നത് അല്ലേ. നമ്മൾ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് മറന്നു പോകും കാര്യങ്ങൾ. അപ്പം നമ്മൾ റീകോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ അതിങ്ങനെ സെറ്റാക്കി വെക്കാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ ഡൈനാമിക് മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സൈക്കോ സോഷ്യൽ മോഡൽ അല്ലേ. സൈക്കോ സോഷ്യൽ മോഡൽ പറയുന്നത് ദ സൈക്കോളജിക്കൽ മോഡൽ ഈസ് എ ബ്രോഡർ അപ്രോച്ച് ദാറ്റ് കൺസിഡേഴ്സ് both psychological and social factors in understanding human behavior and well-being. It incorporates aspects of both individual psychology and social context അല്ലേ. സൈക്കോ സോഷ്യൽ മോഡലിൽ പറയുന്നത് നമ്മുടെ ഒരു ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ എറിക്സൺ ആണ് ഈ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത്. അദ്ദേഹം പറയുന്നത് 0 to 2 years വരെ കുട്ടി ഒരു ചൈൽഡാണ് അല്ലേ. ചൈൽഡ് എന്ന് പറയാനായിട്ടുള്ള ഒരു ഇൻഫാൻസി പീരീഡ് ആണെന്ന് പറയാം. പിന്നെ ഒരു 2 to 4 വരെ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു ചൈൽഡായിട്ട് ഏർലി ചൈൽഡ്ഹുഡായിട്ട് മാറുന്നു. ഒരു 4 to 6 ഒരു 8 വരെയൊക്കെ കുട്ടി ഒരു മിഡിൽ ചൈൽഡ്ഹുഡിലോട്ട് പോകുന്നു. പിന്നെ അങ്ങനെ പോയി അഡോളസൻസ് പീരീഡ് ആവുന്നു, അഡൾട്ട്ഹുഡ് ആവുന്നു, മിഡിൽ അഡൾട്ട്ഹുഡ് ആവുന്നു, ലേറ്റ് അഡൾട്ട്ഹുഡ് ആവുന്നു. അങ്ങനെ ജീവിതത്തിന് എപ്പോഴും ഒരു സ്റ്റേജസ് ഉണ്ട്. ആ ഓരോ സ്റ്റേജിലും എന്തുണ്ട്, നമുക്ക് ഓരോ തരത്തിലുള്ള ഈഗോ കോംപ്ലക്സുകൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഒരു അഡോളസൻസ് പീരീഡിൽ ഒരു കുട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റി ആയിരിക്കും അല്ലേ. ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ അതെന്താ വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയായിരിക്കും. ഇത് ചെയ്താൽ
പറ്റുമോ, അല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ പറ്റാതിരിക്കുമോ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും അഡോളസൻസ് പീരീഡിൽ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുക. ദെൻ ഒരു യങ് അഡൾട്ട്ഹുഡ് ആയപ്പോഴേക്കും ലവ് അതിനോടൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കും അല്ലേ. ഒരു മിഡിൽ അഡൾട്ട്ഹുഡ് ആകുമ്പോഴേക്കും വ്യക്തി എന്ത് ചെയ്യാൻ തുടങ്ങും, തൻ്റെ കുടുംബം, തൊഴിൽ എന്നതിനോട് മാത്രമായിട്ട് മാറും. ലേറ്റ് അഡൾട്ട്ഹുഡ് ആകുമ്പോഴേക്കും പിന്നെ തനിക്ക് വിസ്ഡം എന്ന് പറഞ്ഞ ചിന്താഗതിയാണ് ഉണ്ടായിരിക്കുക. അതായത് എന്താണ്, ഇനി മരിച്ചു കഴിഞ്ഞാലുള്ള ജീവിതം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചിന്തിക്കുക. അപ്പോൾ തൻ്റെ ജീവിതഘട്ടങ്ങൾ ഏകദേശം 8 ഘട്ടങ്ങളായിട്ടാണ് എറിക്സൺ എന്ത് ചെയ്തിട്ടുള്ളത്, അത് ആ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആക്ച്വലി ഇതൊരു സൈക്കോളജിക്കൽ തിയറിയാണ്, പക്ഷേ നമ്മുടെ കേസ് വർക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു മോഡലായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് അല്ലേ. സോഷ്യൽ കേസ് വർക്ക് പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ് അല്ലേ, പ്രാഥമികമായിട്ട് അത് ഫോക്കസ് ചെയ്യുന്നതിന് എന്തിനെയാണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണോ, പോളിസി അഡ്വക്കേസി ആണോ, ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ഇൻ്റർവെൻഷൻ ആണോ, ഗ്രൂപ്പ് ഡൈനാമിക് ആണോ അല്ലേ. സോഷ്യൽ കേസ് വർക്ക് നമ്മൾ പറഞ്ഞു ഒരു വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആൻസർ എന്താ വരുന്നത്, ആൻസർ സി ആണ് വരുന്നത്. എന്താണ്, ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ഇൻ്റർവെൻഷൻ ആണ് അല്ലേ. സോഷ്യൽ വർക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്, ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ഇൻ്റർവെൻഷൻ ആണ് അത് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. എംപ്ലോയി എ കൊളാബറേറ്റീവ് അപ്രോച്ച് ബിറ്റ്വീൻ എ ട്രെയിൻഡ് സോഷ്യൽ വർക്കർ ആൻഡ് ദ ക്ലൈൻറ്റ് ടു അഡ്രസ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ ചലഞ്ചസ് അല്ലേ. ഇവിടെ ഒരു കൊളാബറേഷൻ ആണ് അവിടെ നടക്കുന്നത്. സോഷ്യൽ വർക്കറും ക്ലയൻറ്റും തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു കൊളാബറേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പേഴ്സണൽ അല്ലെങ്കിൽ സോഷ്യൽ ചലഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ കേസ് വർക്കിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. Next, this method aims to enhance the individual's well-being by exploring their unique needs, strength and circumstance. അല്ലേ, ഈ ഒരു മോഡൽ എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്, ടു എൻഹാൻസ് അല്ലേ. അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് എന്തിനെ, ഇൻഡിവിജ്വൽസ് വെൽബീയിങ് അല്ലേ. ഇൻഡിവിജ്വൽസിൻ്റെ നല്ല കാര്യങ്ങൾക്കാണ് അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത്. എങ്ങനെയാണ് വെൽബീയിങ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ വെൽബീയിങ് എൻഹാൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ യുണിക്കായിട്ടുള്ള ആവശ്യങ്ങളും യുണിക്കായിട്ടുള്ള സ്ട്രെങ്ത്തുകളും യുണിക്കായിട്ടുള്ള സാഹചര്യങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ വെൽബീയിങ് എൻഹാൻസ് ചെയ്യുന്നത്. Through a therapeutic relationship, social casework seeks to empower individuals, fostering positive changes in their lives and assisting them in navigating various challenges effectively. അല്ലേ, അപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ ടേം നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ. അപ്പോൾ സോഷ്യൽ കേസ് വർക്കിൽ ഈ വർക്കറും ക്ലയൻറ്റും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇൻഡിവിജ്വൽസിനെ എംപവർ ചെയ്യും, അവരുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ ഫോസ്റ്റർ ചെയ്യും. അവരുടെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കപ്പെടണം എന്നതിനൊരു നാവിഗേഷൻ കൊടുക്കാൻ ആർക്ക് സാധിക്കും, നമ്മുടെ സോഷ്യൽ വർക്കർക്ക് സാധിക്കും എന്നാണ് പറയുന്നത്. The approach is holistic, considering the individuals within the context of their family, community and broader social environment. അല്ലേ, ഇപ്പം ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും വ്യക്തിപരമായ പ്രശ്നങ്ങളായിരിക്കില്ല, സോഷ്യലി ഉള്ള പ്രശ്നങ്ങളായിരിക്കും, കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കും, സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ സമുദായത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഹോളിസ്റ്റിക് അപ്രോച്ചാണിത്, എല്ലാവരെയും കൂട്ടിയിട്ടുള്ളൊരു അപ്രോച്ചാണ്. എനിക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചുറ്റുപാടുകളെയും എൻ്റെ ഫാമിലിനെയും എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെയും ഞാൻ ഇടപെടുന്ന മേഖലകളൊക്കെ നോക്കിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത്. അപ്പോൾ മാത്രമാണ് എൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുക. എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. പക്ഷേ എൻ്റെ മൈൻഡ് സെറ്റിന് കാരണക്കാർ ബാക്കി പലരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ചുറ്റുപാടുകളൊക്കെ എന്ത് ചെയ്യണം, അത് നന്നാക്കിയെടുക്കൽ നിർബന്ധമാണ്. സോ അതാണ് സോഷ്യൽ കേസ് വർക്കിൻ്റെ വളരെ വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ പറയുന്നത്, വിച്ച് ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് focuses on helping clients achieve greater integration and participation on their communities. അല്ലേ, അപ്പോൾ സോഷ്യൽ കേസ് വർക്കിൻ്റെ ഒബ്ജക്റ്റീവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സോഷ്യൽ കേസ് വർക്കിൽ ഏത് ഒബ്ജക്റ്റീവാണ് ഫോക്കസ് ചെയ്യുന്നത്, എന്തിനെ, ഹെൽപ്പിംഗ് ക്ലയൻസ് അല്ലേ, ക്ലയൻറ്റ് ഹെൽപ്പ് ചെയ്യുക എന്തിനു വേണ്ടി, ടു അച്ചീവ് ഗ്രേറ്റർ ഇൻ്റഗ്രേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ ദർ കമ്മ്യൂണിറ്റീസ്. തൻ്റെ സമുദായത്തിൽ പങ്കാളികളാവാനും നല്ല രീതിയിൽ സംയോജനം നടക്കാനും ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്
സോഷ്യൽ കേസ് വർക്കിലെ ഏത് ഒബ്ജക്റ്റീവാണ് അതിനെ ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. പ്രോബ്ലം സോൾവിംഗ് ആണോ, സോഷ്യൽ ഫങ്ഷനിങ് ആണോ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണോ, അതോ ഈഗോ സ്ട്രെങ്തനിങ് ആണോ? ഇതിൽ ഏത് ഒബ്ജക്റ്റീവാണ് സമൂഹത്തിൽ പങ്കാളികളാവാനും നല്ലൊരു സംയോജനം നടക്കാനും ക്ലയൻറ്റിനെ സഹായിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ് വരുന്നത്, അഥവാ സോഷ്യൽ ഫങ്ഷനിങ് എന്ന് പറയുന്നൊരു ആൻസർ ആണ് ഇവിടെ വരുന്നത്. This objective is centered on enhancing a client's ability to interact with and participate in their community. അല്ലേ? അപ്പോൾ സോഷ്യൽ ഫങ്ഷനിങ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്? ക്ലയൻറ്റിൻ്റെ എബിലിറ്റി അല്ലേ, മറ്റ് കമ്മ്യൂണിറ്റിയിലെ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? എബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ സോഷ്യൽ ഫങ്ഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It aims to improve how individuals function in social settings. അല്ലേ? ഇത് എന്തിനാണ് ലക്ഷ്യം വെക്കുന്നത്? എങ്ങനെ നമുക്ക് ഒരു സോഷ്യൽ സെറ്റിങ്സിൽ ഇൻഡിവിജ്വലിൻ്റെ ഫങ്ഷനിങ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, ഇൻക്ലൂഡിങ് ദെയർ എബിലിറ്റി ടു എൻഗേജ് ഇൻ റിലേഷൻഷിപ്പ്. അല്ലേ? അവരുടെ ഒരു കഴിവുകൾ, റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ അവരുടെ എബിലിറ്റിയെ നമുക്ക് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ്, എങ്ങനെ അവരെ നമുക്ക് കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും, ആൻഡ് ഫുൾഫിൽ സോഷ്യൽ റോൾസ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് എങ്ങനെ സമൂഹത്തിൽ, ഇപ്പോൾ സമൂഹത്തിൽ നമുക്കൊക്കെ ഓരോ റോളുണ്ട്, നമ്മുടെ റോളുകൾ എങ്ങനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് സോഷ്യൽ ഫങ്ഷനിങ്ങിൽ പറയുന്നത്. ബൈ ഫോക്കസിങ് ഓൺ സോഷ്യൽ ഫങ്ഷനിങ്, കേസ് വർക്കർ ഹെൽപ്പ് ക്ലയൻറ്റ്സ് ഇൻ്റഗ്രേറ്റ് മോർ ഫുള്ളി ഇൻ ടു ദെയർ കമ്മ്യൂണിറ്റി ആൻഡ് ബിക്കം ആക്റ്റീവ് പാർട്ടിസിപ്പൻറ്റ്. അല്ലേ? അപ്പോൾ സോഷ്യൽ ഫങ്ഷനിങ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്താണ്? തൻ്റെ ക്ലയൻറ്റിനെ കമ്മ്യൂണിറ്റിയിൽ ഫുള്ളി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഫുള്ളി ആക്റ്റീവ് ആക്കുക, ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ സോഷ്യൽ ഫങ്ഷനിങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യുന്നത്, അത് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ കേസ് വർക്കിൻ്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവാണ്. ദെൻ അടുത്തൊരു ഒബ്ജക്റ്റീവാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഒബ്ജക്റ്റീവ് എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? ഹെൽപ്പിംഗ് ക്ലയൻറ്റ്സ് ഐഡൻറ്റിഫൈ and address specific issues or challenges they are facing. അല്ലേ? അതായത് ഒരു വ്യക്തി നേരിടുന്ന പ്രശ്നങ്ങളെ, അല്ലേ, ചലഞ്ചസ് ദേ ആർ ഫേസിങ്, അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ അല്ലെങ്കിൽ പ്രത്യേകപരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അതുപോലെ തന്നെ അതിനെ കണ്ടെത്താനും ക്ലയൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ് പ്രോബ്ലം സോൾവിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുക എന്ന് ചിലപ്പോൾ അതിന് വേണ്ടി എനിക്കൊരു സോഷ്യൽ വർക്കിനെ എന്ത് ചെയ്യേണ്ടി വരും? അപ്രോച്ച് ചെയ്യേണ്ടി വരും. അല്ലേ? ഇറ്റ് ഇൻവോൾവ്സ് ഫൈൻഡിങ് സൊല്യൂഷൻ ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ടു മാനേജ് പ്രോബ്ലം ഇഫക്റ്റീവ്ലി. അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യും? സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും, ആൻഡ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ടു മാനേജ് പ്രോബ്ലം ഇഫക്റ്റീവ്ലി. അല്ലേ? ആ ഒരു പ്രോബ്ലത്തെ വളരെ നല്ല രീതിയിൽ വളരെ ഇഫക്റ്റീവ് ആയിക്കൊണ്ട് നമുക്ക് മാനേജ് ചെയ്ത് അതിന് വേണ്ട സ്ട്രാറ്റജീസൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെയുള്ള ഹെൽപ്പ് ചെയ്യാനാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്താണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. അല്ലേ? ഒരു വ്യക്തിത്വ വികാസം, ഇതും എന്താണ്? നമ്മുടെ സോഷ്യൽ കേസ് വർക്കിൻ്റെ ഒബ്ജക്റ്റീവാണ്. This objective is about fostering growth and development in a client personality. ഒരു ക്ലയൻറ്റിൻ്റെ വ്യക്തിത്വത്തിൽ എന്തുണ്ടാവുകയാണ്? ഗ്രോത്ത് ഫോസ്റ്റർ ചെയ്യുക, ഡെവലപ്മെൻറ്റ് ഫോസ്റ്റർ ചെയ്യുക, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിച്ച് ക്യാൻ ഇൻക്ലൂഡ് ഇംപ്രൂവിങ് സെൽഫ് എസ്റ്റീം. അല്ലേ? അതുപോലെ തന്നെ സെൽഫ് അവെയർനെസ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കില്ല്, ഒരു സ്വന്തമായിട്ടുള്ള ഒരു ബോധം, സ്വന്തമായിട്ടുള്ളൊരു ആത്മവിശ്വാസം, അതുപോലെ തന്നെ ഇൻ്റർപേഴ്സണൽ സ്കില്ലുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് സാധിക്കുന്നത്. ഇറ്റ് എയിംസ് ടു സപ്പോർട്ട് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഓവറോൾ വെൽബീയിങ്. അല്ലേ? ഇത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, അല്ലേ, നമ്മുടെ വ്യക്തിത്വ വികാസത്തിനും മൊത്തത്തിൽ നമ്മുടെ വെൽബീയിങ്ങിനും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ഒബ്ജക്റ്റീവാണ് ഈഗോ സ്ട്രെങ്തനിങ്. സോഷ്യൽ കേസ് വർക്ക് ഓൾസോ ഫോക്കസസ് ഓൺ സ്ട്രെങ്തനിങ് ദ ഇൻഡിവിജ്വൽസ് ഈഗോ വിച്ച് ഈസ് വൈറ്റൽ ഫോർ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് അഡ്വേഴ്സിറ്റി. അല്ലേ? സോഷ്യൽ കേസ് വർക്ക് എന്തിനൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്? സ്ട്രെങ്തനിങ് ദ ഇൻഡിവിജ്വൽസ് ഈഗോ. അല്ലേ? ഇൻഡിവിജ്വൽസ് ഈഗോ എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് വൈറ്റൽ ഫോർ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് അഡ്വേഴ്സിറ്റി. അല്ലേ? നമ്മുടെ സ്ട്രെസ്സുമായിട്ട് കോപ്പപ്പ് ചെയ്യാനൊക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് നമ്മളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. എ സ്ട്രോങ് ഈഗോ അലൗസ് ഇൻഡിവിജ്വൽസ് ടു മെയിൻറ്റെയിൻ എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, പർപ്പസ് ആൻഡ് കൺട്രോൾ ഈവൻ ഡിഫിക്കൾട്ട് സർക്കംസ്റ്റൻസ്. അല്ലേ?
ഒരു സ്ട്രോങ് ഈഗോ എന്തിനെ അലോ ചെയ്യുന്നുണ്ട്? ഇൻഡിവിജ്വൽസിന് ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പർപ്പസ്, അതുപോലെ തന്നെ ഡിഫിക്കൾട്ട് സർക്യൂംസ്റ്റൻസ് കൺട്രോൾ ചെയ്യാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഒരു 4 ഒബ്ജക്റ്റീവ്സോളം പഠിച്ചു, മോഡൽസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഏരിയാസിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക അല്ലേ? നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഏരിയാസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ PG ലെവലാണ്, കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കണം, കുറച്ചുകൂടി വർക്ക് ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ് നമ്മുടെ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ സ്റ്റേജുകൾ എന്ന് പറയാം. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേജിലാണ് കീ സ്റ്റേജ്, ഏത് താഴെ തന്നിരിക്കുന്ന സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രോസസ്സിലെ പ്രധാനപ്പെട്ട സ്റ്റേജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ട സ്റ്റേജ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ഇറ്റ്സ് നോട്ട് എ കീ സ്റ്റേജ്. എക്സ്പ്ലോറേഷൻ ആണോ, ഡയഗ്നോസിസ് ആണോ, ഫോർമുലേഷൻ ഓഫ് ഗോൾസ് ആണോ, റിസോഴ്സ് അലോക്കേഷൻ ആണോ? ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടണം. എക്സ്പ്ലോറേഷൻ, സ്റ്റഡി അല്ലേ, അല്ലെങ്കിൽ ഡയഗ്നോസിസ്, ഫോർമുലേഷൻ ഓഫ് ഗോൾസ്, റിസോഴ്സ് അലോക്കേഷൻ. നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ അല്ലേ. വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റഡി നടത്തണം, അതിനെ ഡയഗ്നോസ് ചെയ്യണം, അത് പരിഹരിക്കാനുള്ള ഗോൾസ് ഫോർമുലേറ്റ് ചെയ്യണം. റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സാധിച്ചോളണം എന്നില്ല അല്ലേ. അപ്പോൾ അതൊരു കീ സ്റ്റേജ് അല്ല, നോട്ട് എ കീ സ്റ്റേജ്. ഓക്കെ, the process of social case work is continuous and involves several key stages അല്ലേ. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിൽ ഒരുപാട് സ്റ്റേജസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജ് എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ നമുക്ക് സ്റ്റഡി എന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേജ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ഡയഗ്നോസിസ് എന്ന് പറയാം. മൂന്നാമത്തേതാണ് ഫോർമുലേഷൻ ഓഫ് ഗോൾസ് അല്ലേ, ഫോർമുലേഷൻ ഓഫ് ഗോൾസ്. നാലാമത്തേതാണ് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറയും. അഞ്ചാമത്തത് ഇവാലുവേഷൻ, ആറാമത്തത് ടെർമിനേഷൻ. നമുക്ക് ഓരോന്നും ചെറിയ രീതിയിലൊന്ന് നോക്കാം. സ്റ്റേജസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ സ്റ്റഡി അല്ലേ, ഗ്യാതറിങ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എബൌട്ട് ദ ക്ലയൻറ്റ് സിറ്റുവേഷൻ. നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയൻറ്റിനെ കുറിച്ച് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും എടുക്കുന്ന സ്റ്റേജാണ് എക്സ്പ്ലോറേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ, അതൊരു കീ സ്റ്റേജാണ്. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനേ കഴിയത്തില്ല അല്ലേ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് ഏതാണ്? അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ആണ്. ഐഡൻറ്റിഫൈ ദ റൂട്ട് കോസസ് ഓഫ് ദി ക്ലയൻസ് പ്രോബ്ലം അല്ലേ. നമ്മളൊരു വ്യക്തിയെ നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അയാളുടെ ആ പ്രശ്നത്തിലെ റൂട്ട് അല്ലേ, വേറെ എവിടെ നിന്നാണ് നോക്കണം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ്. നെക്സ്റ്റ് സ്റ്റേജാണ് ഫോർമുലേഷൻ ഓഫ് ഗോൾസ്, സെറ്റിംഗ് ക്ലിയർ ഒബ്ജക്റ്റീവ് ഫോർ ഇൻ്റർവെൻഷൻ അല്ലേ. ഇടപെടുന്ന മേഖലകളുമായി ബന്ധപ്പെട്ട ക്ലിയർ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാം അല്ലേ. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെ ചെയ്താലും നമുക്കത് പരിഹരിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഗോൾസ് ഫോർമുലേറ്റ് ചെയ്യുക. ദെൻ അടുത്താണ് ഇൻ്റർവെൻഷൻ അല്ലേ, ഇടപെടുക അല്ലേ, ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇപ്പം നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ഇനി ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം അല്ലേ. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഗോൾസുകൾ നമ്മൾ സെറ്റ് ചെയ്തു, ഇനി അത് നടപ്പിൽ വരുത്തുന്ന സ്റ്റേജാണ് ഇൻ്റർവെൻഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ് ടു അഡ്രസ് ദ ക്ലയൻറ്റ് ഇഷ്യൂസ് അല്ലേ. ക്ലയൻറ്റ് ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാണ്, വേണ്ട സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്, വേണ്ട സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഇൻ്റർവെൻഷൻ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റേജാണ് ഇവാലുവേഷൻ അല്ലേ, റിവ്യൂവിങ് ദ ഗ്യാതറിങ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എബൌട്ട് ദ ക്ലയൻറ്റ് സിറ്റുവേഷൻ അല്ലേ. അപ്പോൾ നിലവിലുള്ള ആ ഒരു ക്ലയൻറ്റ് സിറ്റുവേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിക്കൊണ്ടുള്ള ഒരു റിവ്യൂ എന്ത് ചെയ്യാം നമുക്ക് തരാം. ഇപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊരു ഒരു ഒരു പുറത്ത് ഔട്ട് ചെയ്യാനുള്ളതൊക്കെയാണ് ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇന്ന കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചപ്പോൾ ഇന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടായി എന്നൊരു ഇവാലുവേഷൻ അവിടെ നടത്തുക. ദെൻ ഫൈനൽ സ്റ്റേജ് എന്താണ്? ടെർമിനേഷൻ ആണ് അല്ലേ. കൺക്ലൂഡിങ് ദ കേസ് വർക്ക് വെൻ ദ ഗോൾസ് ഹാവ് ബീൻ അച്ചീവ്ഡ്. നമ്മൾ ആ ഒരു കേസ് വർക്കർക്ക് വേണ്ട ഗോൾസുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം. ചിലപ്പോൾ പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, മെല്ലെ പതുക്കെ ടെർമിനേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ചിലപ്പോൾ അത് ഒരുപാട് കാലം മുന്നോട്ട് പോയി ടെർമിനേറ്റ് ചെയ്താലും വീണ്ടും അത് എന്ത് ചെയ്യാം? അത് വരാം അല്ലേ. ഒരാൾക്കൊരു ആങ്സൈറ്റി പ്രശ്നമുണ്ട്, അത് നമ്മൾ പരിഹരിച്ചാലും പിന്നീട് അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ വീണ്ടും ഈ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഒക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് സോഷ്യൽ കേസ് വർക്ക് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡീറ്റെയിലിംഗ് വിത്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ.
എന്തുകൊണ്ടാണ് സോഷ്യൽ വർക്ക് ഇത്രത്തോളം പ്രാധാന്യം വരുന്നത്? എന്തിനെ? ഡീലിംഗ് വിത്ത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് അല്ലേ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടാണ് സോഷ്യൽ കേസ് വർക്കിന് ഇത്രത്തോളം പ്രാധാന്യങ്ങൾ കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ് സ്ലോലി ഫോക്കസസ് ഓൺ മെഡിക്കേഷൻ മാനേജ്മെൻറ്റ് അല്ലേ, അത് മെഡിക്കേഷൻ മാനേജ്മെൻറ്റിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഇറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ബൈ പ്രൊവൈഡിങ് എ കോമ്പിനേഷൻ ഓഫ് ഇമോഷണൽ സപ്പോർട്ട്, കൗൺസിലിംഗ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ബൈ പ്രൊവൈഡിങ് കോമ്പിനേഷൻ ഓഫ് ഇമോഷണൽ സപ്പോർട്ട് അല്ലേ, ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടും കൗൺസിലിംഗ് കൊടുത്തിട്ടും റിസോഴ്സ് മൊബിലൈസേഷൻ കൊടുത്തിട്ടും. അടുത്തത് എന്താണ്? ഇറ്റ് ഓൺലി അസിസ്റ്റ് ഇൻ എക്കണോമിക് ചലഞ്ചസ് നോട്ട് സൈക്കോളജിക്കൽ വൺസ് അല്ലേ, ഇത് നമ്മുടെ എക്കണോമിക് ചലഞ്ചസിനെ മാത്രമാണ് അസിസ്റ്റ് ചെയ്യുന്നത്, സൈക്കോളജിക്കലിനെ അസിസ്റ്റ് ചെയ്യുന്നില്ല. ദെൻ നാലാമത്തത്, ഇറ്റ് റീപ്ലേസസ് ദ നീഡ് ഫോർ മെഡിക്കൽ ഇൻ്റർവെൻഷൻ അല്ലേ, മെഡിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യത്തിന് ഇത് എന്താണ്? ഇത് റീപ്ലേസ് ചെയ്യാണ് എന്നാണ് പറയുന്നത്. ഇത് ഈ ഒരു ഓപ്ഷൻസ് പറഞ്ഞ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ. ആൻസർ ബി ആണ് വരുന്നത്. ഇറ്റ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ബൈ പ്രൊവൈഡിങ് എ കോമ്പിനേഷൻ ഓഫ് ഇമോഷണൽ സപ്പോർട്ട്, കൗൺസിലിംഗ് ആൻഡ് റിസോഴ്സ് മൊബിലൈസേഷൻ. Social casework is particularly important in dealing with mental health issues because it helps individuals by providing a combination of emotional support, counseling and resource mobilization അല്ലേ. സോഷ്യൽ കേസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പ്രധാനമായിട്ടും എന്താ ചെയ്യുന്നത്? ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ തന്നെ റിസോഴ്സ് മൊബിലൈസേഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അല്ലേ. This approach addresses not only the psychological aspect but also help individual access necessary resource and support system അല്ലേ. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റ് മാത്രമല്ല കൊടുക്കുന്നത്, ഇത് ഇൻഡിവിജ്വൽസിനെ അവർക്ക് വേണ്ട ആവശ്യത്തിലുള്ള സോഴ്സുകൾ കൊടുക്കാനും അവർക്ക് വേണ്ട ആവശ്യത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാനും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. This holistic approach is important because mental health issues often involve complex emotional and practice challenges that require more than just medication അല്ലേ. ഇപ്പോൾ ചില കേസുകളിൽ നമുക്ക് എന്തായിരിക്കും? മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഓഫൺ ഇൻവോൾവ് കോംപ്ലക്സ് ഇമോഷണൽ അല്ലേ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇമോഷണൽ അവസ്ഥയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ചലഞ്ചസ് ആണ്. ചില സമയത്ത് നമുക്ക് മെഡിക്കേഷനിലേക്കായിട്ടുള്ള കൂടുതൽ എന്ത് ചെയ്യേണ്ടി വരും? ഇത് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ എത്ര ഒരു വ്യക്തിക്ക് കൗൺസിലിംഗ് കൊടുത്താലും ചില സമയങ്ങളിൽ നമുക്ക് മെഡിക്കൽ ഫീൽഡും കൂടി എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നമ്മൾ ഈ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് കൊടുത്തു, അതൊരു മെഡിക്കൽ അപ്രോച്ചാണ്. പകരം എന്തുകൊണ്ട് അയാൾക്ക് ഉറക്കം കിട്ടുന്നില്ല, അയാളുടെ കാര്യകാരണങ്ങൾ പരിശോധിച്ച് ആ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിയെന്ന് വരും. അപ്പോൾ ഒരു മെഡിക്കേഷൻ എന്നതിനേക്കാട്ടിലുപരി നമ്മൾ എന്ത് ചെയ്യണം? ആ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ ഒരു നമ്മുടെ സൈക്കോളജിക്കൽ പ്രശ്നമായിട്ട് കണ്ട് അത് പരിഹരിക്കുക എന്നുള്ളതും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. It is slowly focused on medication management. Social casework is not slowly focused on medication management, while medication can be a crucial part of mental അല്ലേ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? സോഷ്യൽ കേസ് വർക്ക് മെഡിക്കേഷൻ മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യില്ല. പകരം എന്താണ്? ഈ പറയുന്ന മെഡിക്കേഷനാണ് ഈ പറയുന്നവർ അല്ലേ. ഇപ്പോൾ ചില കേസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, ഒരു കുട്ടിക്ക് എന്തെങ്കിലും, കുട്ടി എന്നല്ല ആർക്കായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ഡോക്ടറെ അടുത്ത് കാണിച്ചു നോക്കും. അപ്പോൾ അവർ നമുക്ക് സജസ്റ്റ് ചെയ്യും, നിങ്ങളൊന്ന് ഒരു കുട്ടിയൊന്ന് കൗൺസിലറെ കാണിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ട് പല കേസുകളും നിങ്ങൾ അങ്ങനെ കേട്ടായിരിക്കും അല്ലേ. ദെൻ ക്യാൻ ബി എ ക്രൂഷ്യൽ പാർട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ്. സോഷ്യൽ കേസ് വർക്ക് അഡ്രസ്സസ് ബ്രോഡർ ആസ്പെക്ട്സ് ഓഫ് പേഴ്സണൽ ലൈഫ് ഇൻക്ലൂഡിംഗ് ഇമോഷണൽ സപ്പോർട്ട്, കൗൺസിലിംഗ് ആൻഡ് പ്രാക്ടിക്കൽ അസിസ്റ്റൻസ് വിച്ച് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ overall recovery. It only assists in economic challenges, not psychological one. Social casework does not only focus on economic challenges, while it can help with financial issues and resource access. Its primary goal to address both the psychological and practical needs of including emotional. അപ്പോൾ ഇത് എന്ത് ചെയ്യാണ്? ഇത് എക്കണോമിക് ചലഞ്ചസ് മാത്രമല്ല ഇത് ഫോക്കസ് ചെയ്യുന്നത്, ഇത്
അതായത് ഇത് സൈക്കോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ സൈക്കോളജി മാത്രമല്ല, ചില സമയത്ത് ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും എക്കണോമിക്കലി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചില വ്യക്തികൾ കടം കൂടുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലേ, അപ്പോൾ ചില സമയങ്ങളിൽ എന്തിന് എക്കണോമിക് ചലഞ്ചസും ഇത് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് റീപ്ലേസസ് the need for medical intervention. Social casework does not replace medical intervention. Instead, it complements them by providing additional support that can enhance the effectiveness of medical treatment. അല്ലേ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെഡിക്കൽ ഇൻ്റർവെൻഷൻ്റെ ആവശ്യകതയെ ഇത് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ സോഷ്യൽ കേസ് വർക്ക് ഡസ് നോട്ട് റീപ്ലേസ് മെഡിക്കൽ ഇൻ്റർവെൻഷൻ. സോഷ്യൽ കേസ് വർക്ക് എന്ത് ചെയ്യുന്നില്ല, മെഡിക്കൽ ഇൻ്റർവെൻഷനെ റീപ്ലേസ് ചെയ്യുന്നില്ല. ഇൻസ്റ്റഡ് ഇറ്റ് കോംപ്ലിമെൻറ്റ്സ് ദം ബൈ പ്രൊവൈഡിങ് അഡീഷണൽ സപ്പോർട്ട് അല്ലേ. അതിന് പകരം എന്താ ചെയ്യുന്നത്, അവരൊരു അഡീഷണൽ സപ്പോർട്ട് കൊടുക്കുകയാണ് അല്ലേ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒപ്പം തന്നെ അതിൻ്റെ ആ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ്സിനെ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ആര് ചെയ്യുന്നത്, ഈ പറയുന്ന സോഷ്യൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ സോഷ്യൽ കേസ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ മെഡിക്കൽ ഇൻ്റർവെൻഷൻ്റെ മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇൻ സോഷ്യൽ കേസ് വർക്ക് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ടെർമിനേഷൻ അല്ലേ. ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടെർമിനേഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്, സോഷ്യൽ കേസ് വർക്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സ് അല്ലേ. ഇറ്റ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സോഷ്യൽ കേസ് വർക്ക് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു, ബിഗിൻ ചെയ്യുക, അതാണ് ടെർമിനേഷൻ. ബി പറയുന്നത് ഇറ്റ് ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ദ സോഷ്യൽ വർക്ക് ഗിവ്സ് അപ്പോൺ ദ ക്ലയൻറ്റ്. ഇത് സോഷ്യൽ വർക്കർ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു പോയിന്റ് ആണെന്ന് പറയുന്നു. സി ഇറ്റ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് ദി കേസ് വർക്ക് പ്രോസസ് ആഫ്റ്റർ ദ ഗോൾ ഹാവ് ബിൻ അച്ചീവ്ഡ് അല്ലേ. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിക്കഴിഞ്ഞിട്ട് കേസ് വർക്ക് പ്രോസസ്സിനെ കൺക്ലൂഡ് ചെയ്യുന്ന പോയിന്റ് ആണെന്ന് പറയുന്നു. ഡി പറയുന്നു ഇറ്റ് ഇൻവോൾവ് ദ സോഷ്യൽ വർക്കർ ടേക്കിംഗ് ഓൺ എ ന്യൂ ക്ലയൻറ്റ്. സോഷ്യൽ വർക്കർ പുതിയൊരു ക്ലയൻറ്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന ഒരു പോയിന്റ് ആണെന്ന് പറയുന്നു. ആ ഒരു മീനിങ് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടാകും. ടെർമിനേഷൻ എന്ന് വെച്ചാൽ എന്താണ്, സി ആണ് വരുന്നത് അല്ലേ. ഇതൊരു കൺക്ലൂഷൻ സ്റ്റേജ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, കേസ് വർക്ക് പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ഉദ്ദേശിച്ച ഗോൾസ് കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത സമയത്ത് അതിനെ കൺക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ടെർമിനേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെർമിനേഷനൊക്കെ നമ്മൾ മുന്നേ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവാലുവേഷൻ കഴിഞ്ഞിട്ടാണ് ടെർമിനേഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് വൺ ഓഫ് ദ കീ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക് ഈസ് അല്ലേ. വൺ ഓഫ് ദ കീ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. സോഷ്യൽ കേസ് വർക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ താഴെ തന്നിരിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ സെൽഫ് റിലയൻസ് ഓഫ് ദി സോഷ്യൽ വർക്കർ അല്ലേ. ഒരു സോഷ്യൽ വർക്കറുടെ സ്വയം ആശ്രയത്വം അല്ലെങ്കിൽ സെൽഫ് റിലയൻസ്. ബി കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി ക്ലയൻറ്റ്സ് ഇൻഫർമേഷൻ. ക്ലയൻറ്റ് ഇൻഫർമേഷൻ്റെ ഒരു സ്വകാര്യത. സി കോമ്പറ്റീറ്റീവ്നെസ് എമംഗ് പ്രൊഫഷണൽസ് അല്ലേ. പ്രൊഫഷണൽസ് തമ്മിലുള്ള ഒരു മത്സരം. ഡി ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഫോർ സോഷ്യൽ ഇഷ്യൂസ് അല്ലേ. ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഫോർ സോഷ്യൽ ഇഷ്യൂസ്, സാമൂഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇതിൽ ഏതാണ് സോഷ്യൽ വർക്കറുടെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ബി ആണ് അല്ലേ. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ദി ക്ലയൻറ്റ്സ് ഇൻഫർമേഷൻ ഈസ് എ കീ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ വർക്കർ. സ്വകാര്യത അല്ലേ. ഞാനൊരു സോഷ്യൽ വർക്കറോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അയാളുമായിട്ട് ട്രസ്റ്റബിൾ ആണല്ലേ, മറ്റുള്ളവരോട് അയാൾ പറയത്തില്ല എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഞാനത് പറയുന്നത്. Social workers are ethically bound to protect the privacy of their clients and ensure that any personal or sensitive information shared during their work remains അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ വർക്കറും ഒരു ക്ലയൻറ്റും തമ്മിലുള്ള ഒരു പീരിയഡിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്ന പരിഹാര ഇടവേളകളിൽ പല കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും അല്ലേ. ആ തുറന്നു പറയുന്ന കാര്യങ്ങൾ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കും. അതൊരിക്കലും തൻ്റെ സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ നാട്ടിലോ ഒന്നും അതെന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അൺലെസ് ദർ ഈസ് എ ലീഗൽ ഓർ എത്തിക്കൽ ഒബ്ലിഗേഷൻ ടു ഡിസ്ക്ലോസ് അല്ലേ. അത് ചില കാര്യങ്ങൾ ലീഗലി ആയിട്ടുള്ളൊരു ബൗണ്ടറി ഉണ്ടായിരിക്കും, പറയാനും പറയാതിരിക്കാനും അല്ലേ. This principle is a crucial for building trust between social workers and clients and ensuring the client feels safe in sharing their issues അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ പുറത്ത് പറയാതിരിക്കുമ്പോഴാണ് ക്ലയൻറ്റുകൾക്ക് ഒരു വിശ്വാസം ഉണ്ടായിരിക്കുമല്ലോ. ദേ ഫീൽ സേഫ് വെൻ ദേ sharing their
ഫീലിങ്സ് ടു ദ സോഷ്യൽ വർക്കർ അല്ലേ. സോഷ്യൽ വർക്കറോട് അവരുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിവിടെ സേഫാണ്, ഇത് ആരോടും പറയത്തില്ല എന്നുള്ള കാര്യങ്ങൾ. കാരണം പല കാര്യങ്ങൾ, പല മടിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ സോഷ്യൽ വർക്കറോട് ചെന്നിട്ട് പറയണം, അല്ലെങ്കിൽ കൗൺസിലറോട് ചെന്നിട്ട് പറയണം. അപ്പോഴേ നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് കൺസിഡർഡ് ദ പൈനിയർ ഓഫ് സോഷ്യൽ കേസ് വർക്ക് അല്ലേ. സോഷ്യൽ കേസ് വർക്കിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി താഴെ തന്നിരിക്കുന്നതിൽ ആരാണ്? ഓപ്ഷൻ എ ഹെലൻ ഹാരിസ് പേൾമാൻ, ഓപ്ഷൻ ബി വിർജീനിയ റോബിൻസൺ, ആൻഡ് ഓപ്ഷൻ സി മേരി റിച്ച്മോണ്ട്, ആൻഡ് ഓപ്ഷൻ ഡി ജെസ്സി ടാഫ്റ്റ്. ആരായിരിക്കും? ആൻസർ സി ആണ് വരുന്നത് അല്ലേ, മേരി റിച്ച്മോണ്ട്. മേരി റിച്ച്മോണ്ട് എന്താണ്? ഇസ് വൈഡ്ലി റിഗാർഡ് ആസ് ദ പൈനിയർ ഓഫ് സോഷ്യൽ കേസ് വർക്ക്. Her foundational contribution to the field, particularly through her systematic approaches and theoretical work, established by the principles and practices that define social case work today. അല്ലേ, അപ്പോൾ ഇവരുടെ ഒരു ഫൗണ്ടേഷൻ കോൺട്രിബ്യൂഷനൊക്കെ എന്ത് ചെയ്തു? ഒരു നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ വർക്കിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വരാനൊക്കെ എന്ത് ചെയ്തു? ഇത് എന്ത് ചെയ്തു? ഇത് സഹായിച്ചു. ഇന്ന് സോഷ്യൽ വർക്കിന് നമ്മൾ കാണുന്ന ഡെഫിനീഷൻസിൻ്റെ പുറകിലൊക്കെ ഇവരാണ് എന്നാണ് പറയുന്നത്. ഇൻ യുവർ ലാൻഡ്മാർക്ക് പബ്ലിക്കേഷൻ, അവരുടെ പ്രധാനപ്പെട്ട ഒരു പബ്ലിക്കേഷനാണ് എന്ത്? സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ഡയഗ്നോസിസ് 1917 ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് സ്ട്രക്ചേർഡ് മെത്തേഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അഡ്രസ്സിങ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസ് അല്ലേ. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലംസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചേർഡ് മെത്തേഡ് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സോഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ. റിച്ച്മോണ്ട് emphasized on the importance of client relationship and through assessment has significantly shaped contemporary social work practice അല്ലേ. ഈ റിച്ച്മോണ്ട് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ക്ലയൻറ്റ് റിലേഷൻഷിപ്പിന് അല്ലേ, ക്ലയൻറ്റ് റിലേഷൻഷിപ്പിനടുത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ആൻഡ് ത്രൂ അസസ്മെൻറ്റ് ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഷേപ്ഡ് കണ്ടംപററി സോഷ്യൽ വർക്ക് പ്രാക്ടീസസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈക്കോ ഡൈനാമിക് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആർ അസോസിയേറ്റഡ് വിത്ത്. സൈക്കോ ഡൈനാമിക് തിയറി അതാരുമായി ബന്ധപ്പെട്ട നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൈക്കോ ഡൈനാമിക് മോഡല് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അത് CH കൂലെ ആണോ, സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, GH മീഡ് ആണോ, ജീൻ പിയാഷെ ആണോ? ആരുമായിട്ടാണ് ആൻസർ വരുന്നത്? ബി ആണ് അല്ലേ, അഥവാ സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ടാണ് സൈക്കോ ഡൈനാമിക് തിയറി എന്ത് ചെയ്തത്? ഇത് കണക്ട് ചെയ്ത് കിടക്കുന്നത് അല്ലേ. പിന്നെ എ ടൈപ്പ് ഓഫ് സൈക്കോതെറാപ്പി ദാറ്റ് അറ്റംപ്റ്റ് ടു എക്സ്പ്ലോർ ദ patient's unconscious through an emotion so that the person is better able to understand him or herself. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ് ആയതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അടുത്താണ്, വാട്ട് ക്യാരക്ടറൈസസ് ദ നേച്ചർ ഓഫ് സോഷ്യൽ കേസ് വർക്ക് അല്ലേ. സോഷ്യൽ കേസ് വർക്കിൻ്റെ നേച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വരുന്നത്. ആ നാച്ചുറൽ എന്താ പറയുന്നത്? ഇറ്റ് ഇൻവോൾവ് ലാർജ് സ്കെയിൽ സൊസൈറ്റൽ ചേഞ്ചസ് അല്ലേ. സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് വളരെയധികം സാമൂഹിക മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആൻഡ് ക്ലയൻറ്റ് സെൻറ്റേഡ്. ഇത് വളരെയധികം വ്യക്തിപരമാണ്, അതുപോലെ തന്നെ ക്ലയൻറ്റ് സെൻറ്റേഡ് ആണെന്ന് പറയുന്നു. മൂന്നാമത്തത് സി എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ മാനേജിങ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അല്ലേ. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെ മാനേജ് ചെയ്യുന്നതിന് ഇത് ഫോക്കസ് ചെയ്യുന്നു. നാലാമത്തത് ഇറ്റ് പ്രൈമർലി കൺസേൺഡ് വിത്ത് പോളിസി റിസർച്ച് അല്ലേ. ഇത് പോളിസി റിസർച്ചുമായിട്ട് എന്ത് ചെയ്യുന്നു? ഇത് കൺസേൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് ആൻസർ വരുന്നത് ഏതാണ്? ബി ആണ് അല്ലേ. ഇതെന്താണ്? ഹൈലി ഇൻഡിവിജ്വൽ സെൻറ്റേർഡ് ആണ്, അല്ലെങ്കിൽ ക്ലയൻറ്റ് സെൻറ്റേർഡ് ആണ് അല്ലേ. Social work, case work, a client-centered approach in social work, focuses on individuals or small groups rooted in holistic perspectives. It addresses personal, social and economic aspect of clients' lives. അല്ലേ, ഒരു ക്ലയൻറ്റിൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള, സോഷ്യൽ ആയിട്ടുള്ള, എക്കണോമിക് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. Social workers through assessments collaboratively develop intervention to empower clients with crisis intervention and problem solving as its core. Social case work seeks to enhance client well-being, resilience and decision making skill, ultimately helping them overcome challenges and improve their quality of life. അല്ലേ, അപ്പോൾ സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്നത് അസസ്മെൻറ്റുകൾ വഴിയും അതുപോലെ തന്നെ കൊളാബറേറ്റീവ്ലി ഡെവലപ്പ് ഇൻ്റർവെൻഷൻ ടു എംപവർ ക്ലയൻസ് അല്ലേ. ഒരു വ്യക്തി അല്ലെങ്കിൽ ക്ലയൻറ്റ് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള അസസ്മെൻറ്റുകൾ നടത്തുന്നു, കൊളാബറേറ്റ് ചെയ്യുന്നു, ഇടപെടലുകളൊക്കെ അവർ കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. വിത്ത് ക്രൈസിസ് ഇൻ്റർവെൻഷൻ അല്ലേ,
ഒരു പ്രശ്നപരിഹാര മേഖലകളിലൊക്കെ ഇതെന്താണ്, ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ക്ലയൻറ്റിൻ്റെ വെൽബീയിങ്ങിനാണ് സോഷ്യൽ കേസ് വർക്കർ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ വരുന്ന, തൻ്റെ ഗുണപരമായ ജീവിതത്തിൽ വരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും ഓവർകം ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് റോൾ ദസ് പേഷ്യൻസ് പ്ലേ ഇൻ ദ പെർസുവേഷൻ ടെക്നിക്സ് ഓഫ് എ സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർ അല്ലേ. അപ്പോൾ വാട്ട് ദസ് പേഷ്യൻസ് പ്ലേ ഇൻ ദ പെർസുവേഷൻ അല്ലേ, ഒരു സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീഷണറിൽ പേഷ്യൻസിൻ്റെ പ്രാധാന്യം എന്നാണ് ചോദിക്കുന്നത്. പെർസുവേഷൻ ടെക്നിക്കിൻ്റെ പ്രാധാന്യം അല്ലേ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻറ്റിമിഡേറ്റ് ക്ലയൻറ്റ് ആൻഡ് കൊളീഗ്സ്, ക്ലയൻറ്റിനെയും കൊളീഗ്സിനും ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഫോസ്റ്ററിങ് കൊളാബറേഷൻ അല്ലേ. ട്രസ്റ്റ്, വിശ്വാസം ബിൽഡപ്പ് ചെയ്യാനും ഫോസ്റ്ററിങ് കൊളാബറേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡിക്രീസസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഇൻ്റർവെൻഷൻ്റെ ആ ഒരു ഇഫക്റ്റീവ്നെസ് ഇത് കുറയ്ക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഇറലവൻറ്റ് ടു സോഷ്യൽ വർക്ക് പ്രാക്ടീസ്. ഇതെന്താണ്, ഇത് സോഷ്യൽ വർക്കിൽ ഇത് പ്രാധാന്യമുള്ളതല്ല. ആൻസർ വരുന്നത് ബി ആണ് അല്ലേ. എന്താണ്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഫോസ്റ്ററിങ് കൊളാബറേഷൻ. Patience plays a vital role in the persuasion techniques of social case work practitioner as it is essential for building trust and fostering collaboration. Social work often involves working with the individuals who may be experiencing challenges, resistance or ambivalence towards change. By exercising patience, social workers can create a supportive and non-judgment environment where clients feel heard, understood and റെസ്പെക്റ്റഡ്. സോഷ്യൽ വർക്ക് എന്തിനൊക്കെയാണ് ഇത് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലുമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ പലതരത്തിലുള്ള ചലഞ്ചസ്, റെസിസ്റ്റൻസ് ഒക്കെ അവർ നേരിടും അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ട പേഷ്യൻസ് എക്സസൈസ് ചെയ്തുകൊണ്ടും എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന പല കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള മറുപടി തരാതിരിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു സോഷ്യൽ വർക്കർ എന്ത് ചെയ്യേണ്ടി വരും, നേരിടേണ്ടി വരും അല്ലേ. അപ്പോൾ ആ സമയത്ത് പേഷ്യൻസ് എക്സസൈസ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, നോൺ ജഡ്ജ്മെൻ്റൽ എൻവയോൺമെൻറ്റ് ഇതാക്കുക. കാരണം ക്ലയൻറ്റും സംസാരിക്കുന്ന സമയത്ത് നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തിനാ അത് ചെയ്ത്, അങ്ങനെ ചോദിക്കാതെ അവിടെ കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു ഗുഡ് ലിസണർ ആവുക, കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക, അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ ബഹുമാനിക്കാനും ശ്രമിക്കുക. അതാണ് ഒരു സോഷ്യൽ കേസ് വർക്കർ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ജോലി എന്ന് പറയുന്നത്. This patient approach allows client the time and space they need to explore their thought, feelings and options at their own pace, ultimately leading to more effective persuasion and positive outcomes അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേഷ്യൻ്റ് അപ്രോച്ച് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ക്ലയൻറ്റിനെ അവരുടെ കാര്യങ്ങൾ, അവരുടെ ചിന്താഗതികൾ, അവരുടെ ഫീലിങ്സ്, അവരുടേതായിട്ടുള്ള ഓപ്ഷനുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ടൈമും സ്പേസും ഒക്കെ അല്ലേ അവർക്ക് അതിൽ നിന്നൊക്കെ കിട്ടുകയാണ്. അത് അഫ്കോഴ്സ് എന്ത് ചെയ്യും, അവരിൽ നിന്നും നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം വരാൻ എന്ത് ചെയ്യുന്നുണ്ട്, ചാൻസ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഗോൾ ഓഫ് എംപ്ലോയിങ് ഹ്യൂമനിസ്റ്റിക് തിയറി ടെക്നിക് ഇൻ സോഷ്യൽ വർക്ക് അല്ലേ. സോഷ്യൽ വർക്കിൽ നമ്മൾ ഹ്യൂമനിസ്റ്റിക് തിയറിയെ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രൈമറി ഗോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് എക്സിസ്റ്റൻഷ്യൽ മോഡൽ നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. ഹ്യൂമൻസിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അല്ലേ. ഇപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ടു എൻഫോഴ്സ് സൊസൈറ്റിയൽ നോംസ് അല്ലേ, സൊസൈറ്റിയൽ നോംസിന് എൻഫോഴ്സ് ചെയ്യാൻ. ബി ടു മാനേജ് ഫിനാൻഷ്യൽ റിസോഴ്സ്. ആൻഡ് ഓപ്ഷൻ സി ടു ഫോസ്റ്റർ സെൽഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത്. ആൻഡ് ഡി ടു ക്രിയേറ്റ് ഡിപ്പെൻഡൻസി ഓൺ തെറാപ്പി. അപ്പോൾ ഇതിലേതാണ് ഹ്യൂമനിസ്റ്റിക് തിയറി ടെക്നിക്സ് പ്രാധാന്യം കൊടുക്കുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? സി ആണ്. എന്തായിരുന്നു സി? ടു ഫോസ്റ്റർ സെൽഫ് എക്സ്പ്ലോറേഷൻ അല്ലേ, സ്വന്തമായിട്ടുള്ളൊരു എക്സ്പ്ലോറേഷന് പ്രാധാന്യം കൊടുക്കുന്നു. പേഴ്സണൽ ഗ്രോത്തിന് എന്ത് ചെയ്യുന്നു, അവർ പ്രാധാന്യം കൊടുക്കുന്നു. ദ പ്രൈമറി ഗോൾ ഓഫ് എംപ്ലോയിങ് ഹ്യൂമനിസ്റ്റിക് തിയറി technique in social work is to foster self-exploration and personal growth. Humanistic theory associated with psychologists like Carl Rogers and Abraham Maslow അല്ലേ. ഇപ്പോൾ ഹ്യൂമനിസ്റ്റിക് തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളാണ് കോൾ റോജറും എബ്രഹാം മാസ്ലോയും. ചിലപ്പോൾ ആ രീതിയിൽ എക്സാമിന് ചോദ്യം വരാം. എബ്രഹാം മാസ്ലോയും കോൾ റോജറും എന്തുമായിട്ട്, ഏത് മോഡലുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നു, കേസ് വർക്കിൽ ഏത് മോഡലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു? ഹ്യൂമനിസ്റ്റിക് തിയറി അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷൻ മോഡൽ. ഓക്കെ,
It emphasizes the importance of understanding individuals' subjective experience, autonomy and potential for positive change. അല്ലേ, സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു, ഒട്ടോണമി എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു, പോസിറ്റീവ് ചേഞ്ച് വരുത്താനുള്ള ഒരു പൊട്ടൻഷ്യാലിറ്റി അവർക്ക് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നു. ദെൻ ടെക്നിക് സച്ച് ആസ് empathetic listening, unconditional positive regard and client-centered therapy are employed to create supportive and non-judgmental environment where clients can explore their feelings, values and goals, leading to self-awareness. അല്ലേ, ഇപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ളൊരു ലിസണറാണ്, നമ്മൾ വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പോസിറ്റീവ് റിഗാർഡ് കാണിക്കുകയാണ്, ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ്, നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ഒക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഫീലിങ്സും അവരുടെ വാല്യൂസും ഗോൾസും ഒക്കെ പുറത്തു വരാനും അവർക്കൊരു സെൽഫ് അവെയർനെസ്, അല്ലേ, സ്വന്തമായിട്ടുള്ളൊരു ബോധം ഇൻക്രീസ് ചെയ്യാനും എന്ത് ചെയ്യും, ഈ ഒരു ഹ്യൂമനിസ്റ്റിക് തിയറിയിലൂടെ ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രൈമറി ഫിലോസഫി ഓഫ് കേസ് വർക്ക് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ്? സോഷ്യൽ വർക്ക് പ്രാക്ടീസിലെ ഫിലോസഫി ഓഫ് കേസ് വർക്കിലെ ഏറ്റവും പ്രാധാന്യം അല്ലെങ്കിൽ പ്രൈമറി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, എവറി ഇൻഡിവിജ്വൽ ഹാസ് എ റൈറ്റ് ടു കോൺഫിഡൻഷ്യാലിറ്റി, അല്ലേ, സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. ബി, എവറി ഇൻഡിവിജ്വൽ ഹാസ് ഇൻഹറൻറ്റ് വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ആൻഡ് ദ കപ്പാസിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ചേഞ്ച്, അല്ലേ, എല്ലാ ഇൻഡിവിജ്വൽസിനും എന്തുണ്ട്, ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ളൊരു വർത്ത് ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് വളരാനുള്ള മാറാനുള്ളൊരു കപ്പാസിറ്റിയും അവർക്ക് ഉണ്ട്. സി പറയുന്നത്, ദ പ്രൈമറി ഗോൾ ഈസ് ടു സോൾവ് ദ ക്ലയൻസ് പ്രോബ്ലം ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ, അല്ലേ, വളരെ പെട്ടെന്ന് തന്നെ ക്ലയൻസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രൈമറി ഗോളാണ്. ഡി, സോഷ്യൽ വർക്കർ ഷുഡ് മെയിൻറ്റെയിൻ എ സ്ട്രിക്റ്റ് പ്രൊഫഷണൽ ബൗണ്ടറി വിത്തൗട്ട് എമ്പതി. എമ്പതി ഒന്നും വേണ്ട, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബൗണ്ടറി ആര്, സോഷ്യൽ വർക്കർ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ കേസ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഫിലോസഫി എന്താണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ബി ആണ്, അല്ലേ. ദ പ്രൈമറി ഫിലോസഫി ഓഫ് കേസ് വർക്ക് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് ഈസ് ദാറ്റ് every individual has inherent worth and dignity and the capacity for growth and change, അല്ലേ. This principle emphasizes the value and potential of each person, guiding social workers to treat clients with respect and empathy, recognizing their unique strength and resources, അല്ലേ. ഈ ഒരു പ്രിൻസിപ്പിൾ എന്തിനാണ് എംഫസൈസ് ചെയ്യുന്നത്, വാല്യൂ ആൻഡ് പൊട്ടൻഷ്യൽ ഓഫ് ഈച്ച് പേഴ്സൺ, അല്ലേ, ഓരോ വ്യക്തിയുടെയും പൊട്ടൻഷ്യാലിറ്റി, കഴിവിനെയും വാല്യൂവിനെയും എന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രിൻസിപ്പിൾ എംഫസൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗൈഡിങ് സോഷ്യൽ വർക്കേഴ്സ് ടു ട്രീറ്റ് ക്ലയൻസ് വിത്ത് റെസ്പെക്ട് ആൻഡ് എമ്പതി, അല്ലേ, ക്ലയൻറ്റിനെ വളരെ ബഹുമാനത്തോട് കൂടിയിട്ടും എമ്പതിയോട് കൂടിയിട്ടുമാണ് സോഷ്യൽ വർക്കർ എന്ത് ചെയ്യേണ്ടത്, ഗൈഡ് ചെയ്യേണ്ടത്. റെക്കഗ്നൈസിങ് ദെയർ യുണിക് സ്ട്രെങ്ത് ആൻഡ് റിസോഴ്സസ്, അല്ലേ, അവരുടെ യുണിക് ആയിട്ടുള്ള സ്ട്രെങ്ത്തുകളും റിസോഴ്സുകളും റെക്കഗ്നൈസ് ചെയ്യുക. ഓക്കെ, ഇറ്റ് കോൺട്രാസ്റ്റ് വിത്ത് എ പ്യൂർലി പ്രോബ്ലം solving focuses and highlight the importance of the client worker relationship, confidentiality and ethical practices, അല്ലേ. എന്താണ് ഇത്, പ്രധാനമായിട്ടും ഒരു പ്രോബ്ലം സോൾവിങ് ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് എന്തിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് ദി ക്ലയൻറ്റ് വർക്കർ റിലേഷൻഷിപ്പ്, ക്ലയൻറ്റും സോഷ്യൽ വർക്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, കോൺഫിഡൻഷ്യാലിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു, എത്തിക്കൽ പ്രാക്ടീസിനും എന്ത് ചെയ്യുന്നു, ഇത് പ്രാധാന്യം നൽകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 14 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ കേസ് വർക്ക് എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലയൻറ്റ്സ് എക്സ്പ്രസിങ് ദെയർ ഇമോഷൻസ്? താഴെ തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ സോഷ്യൽ കേസ് വർക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിളാണ്. ഇതിലേത് പ്രിൻസിപ്പിളാണ് ക്ലയൻറ്റ് തൻ്റെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നത്, ഏത് പ്രിൻസിപ്പിളാണ്? ഓപ്ഷൻ എ, ഇൻഡിവിജ്വലൈസേഷൻ. ഓപ്ഷൻ ബി, പർപ്പസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ്. ആൻഡ് ഓപ്ഷൻ സി, കൺട്രോൾഡ് ഇമോഷണൽ ഇൻവോൾവ്മെൻറ്റ്. ആൻഡ് ഓപ്ഷൻ ഡി, കോൺഫിഡൻഷ്യാലിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്, പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്. അങ്ങനെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ വരുന്നത് ബി ആണ്, അല്ലേ. The principle of casework that emphasizes the importance of client expressing their emotion is purposeful expression of feelings, അല്ലേ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ, എക്സ്പ്രഷനുമായി ഫീലിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ദിസ് പ്രിൻസിപ്പിൾ ഹൈലൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അലോയിങ് ക്ലയൻറ്റ്സ് ടു ഷെയർ ദെയർ ഇമോഷൻസ് ഓപ്പൺലി, അല്ലേ.
ഓപ്പൺ ആയിക്കൊണ്ട് നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനുള്ളൊരു ഒരു പ്രാധാന്യം ഇതിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് അല്ലേ, പ്രത്യേകിച്ച് യാതൊരുവിധ ജഡ്ജ്മെന്റും ഇല്ലാതെ ഇതിൻ്റെ വളരെ വലിയൊരു ഭാഗമാണ്. ഒരാൾ തങ്ങളുടെ സങ്കടങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ അതിൽ ഇടപെടില്ല, നമ്മളത് കേൾക്കുക. വി ഷുഡ് ഹിയർ ദാറ്റ്. ഓക്കെ, ദെൻ it helps the client to articulate their feelings, leading to better self understanding and problem solving. അല്ലേ, തൻ്റെ സങ്കടങ്ങളൊക്കെ തൻ്റെ ഫീലിങ്സ് ഒക്കെ പുറത്തോട്ട് വരുന്ന സമയത്ത് തന്നെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കാനും തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഓഫ്കോഴ്സ് എന്ത് ചെയ്യും, കഴിയും. ദിസ് എക്സ്പ്രഷൻ ഫെസിലിറ്റേറ്റഡ് ഇൻ എ സേഫ് ആൻഡ് സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ഫോസ്റ്ററിങ് ഇമോഷണൽ റിലീസ് ആൻഡ് ഗ്രോത്ത്. അല്ലേ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ എന്തിനു നമ്മളെ സഹായിക്കും, നമുക്ക് വളരെ സേഫും സപ്പോർട്ടീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ റിലീസ് ഫോസ്റ്റർ ചെയ്യുന്നു, ഇമോഷണൽ ഗ്രോത്തും ഇതെന്ത് ചെയ്യുന്നുണ്ടോ, ഇത് ഫോസ്റ്റർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് കോമ്പിറ്റൻസ് ഇമ്പോർട്ടൻറ്റ് ഇൻ സോഷ്യൽ കേസ് വർക്ക് പ്രാക്ടീസ്? കോമ്പിറ്റൻസ് അല്ലേ, മത്സരം എന്നത് കേസ് വർക്ക് പ്രാക്ടീസിൽ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഓപ്ഷൻ എ, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ക്ലയൻറ്റ് പ്രൈവസി ഈസ് മെയിൻറ്റെയിൻഡ്. അല്ലേ, ക്ലയൻറ്റിൻ്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഉറപ്പുവരുത്താൻ. ബി, ഇറ്റ് ഹെൽപ്പ് സോഷ്യൽ വർക്കേഴ്സ് അവോയ്ഡ് ഡ്യുവൽ റിലേഷൻഷിപ്പ്. അല്ലേ, ദ്വിബന്ധങ്ങൾ ഇല്ലാതാക്കാൻ സോഷ്യൽ വർക്കറെ ഹെൽപ്പ് ചെയ്യുന്നു. സി, ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് സോഷ്യൽ വർക്കേഴ്സ് പ്രാക്ടീസ് വിത്തിൻ ദെയർ പ്രൊഫഷണൽ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ദെയർ സ്കിൽസ്. അല്ലേ, അവരുടെ പ്രൊഫഷണൽ ലിമിറ്റിൽ നിന്നും വർക്ക് ചെയ്യാനും അവരുടെ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യുക. ഡി, ഇറ്റ് അലൗസ് സോഷ്യൽ വർക്കേഴ്സ് ടു മേക്ക് ഡിസിഷൻ ഫോർ ദെയർ ക്ലയൻറ്റ്സ്. അവരുടെ ക്ലയൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ എന്ത് ചെയ്യുക, സോഷ്യൽ വർക്കറെ അലോ ചെയ്യുക. ഇതിൽ ഏതാണ് കോമ്പിറ്റൻസിന് ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നത്? സി ആണ് വരുന്നത്. അല്ലേ, ആൻസർ സി ആണ് വരുന്നത്. Competence is important in casework practice because it ensures that social worker practice within their professional limits. അല്ലേ, ഇപ്പോൾ ഒരു വ്യക്തി ഒരു സോഷ്യൽ വർക്കർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ ലിമിറ്റിൽ നിന്നാണ് വർക്ക് ചെയ്യേണ്ടത്. അല്ലേ, മാത്രമല്ല ആ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും തൻ്റെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ നിരന്തരം അദ്ദേഹം എന്ത് ചെയ്യണം, നിരന്തരം ശ്രമിക്കണം. നിരന്തരം അദ്ദേഹത്തിൻ്റെ സ്കിൽ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുകയും വേണം. By adhering to this principle, social workers provide effective, ethical and high quality services. It helps maintain trust and credibility with the clients, ensuring that they receive the best possible support. അല്ലേ, ഈ ഒരു പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് പ്രൊവൈഡ് ഇഫക്റ്റീവ്, എത്തിക്കൽ ആൻഡ് ഹൈ ക്വാളിറ്റി സർവീസ്. അല്ലേ, വളരെ ഉന്നത നിലവാരമുള്ള സർവീസും എത്തിക്സും ഇഫക്റ്റീവ് ഒക്കെ സോഷ്യൽ വർക്കർ പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ഇടയിൽ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ എൻഷുറിങ് ദാറ്റ് ദേ റിസീവ് ദ ബെസ്റ്റ് പോസിബിൾ സപ്പോർട്ട്. ക്ലയൻറ്റിനെ ഇനിയും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആൻഡ് പോസിബിൾ സപ്പോർട്ടായിരിക്കണം ഒരു സോഷ്യൽ കേസ് വർക്കറിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടത്. കണ്ടിന്യൂസ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കീപ് സോഷ്യൽ വർക്കേഴ്സ് അബ്രീസ്റ്റ് ഓഫ് ന്യൂ റിസർച്ച് ആൻഡ് ടെക്നിക്സ്. അല്ലേ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തൻ്റെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുതിയ റിസർച്ചുകളും പുതിയ ടെക്നിക്കുകളും ഒക്കെ എന്ത് ചെയ്യണം, സോഷ്യൽ വർക്കർ നോക്കിക്കൊണ്ടിരിക്കണം. അല്ലേ, അൾട്ടിമേറ്റ്ലി ബെനഫിറ്റിംഗ് ദ ക്ലയൻറ്റ്സ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. അല്ലേ, അതെപ്പോഴും ആർക്കായിരിക്കും, ആ സോഷ്യൽ വർക്കർ തൻ്റെ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വളർച്ച അല്ലെങ്കിൽ സ്കില്ല് അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും കമ്മ്യൂണിറ്റിക്കും ക്ലയൻറ്റിനും എന്ത് ചെയ്യും, ഒരു ബെനഫിറ്റാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which phase involves building a strong rapport and conducting through assessment to set realistic goals. അല്ലേ, നമ്മുടെ ഏത് ഫേസിലാണ് ബിൽഡിങ് എ സ്ട്രോങ് റാപ്പോർട്ട്, അല്ലേ, ഒരു നല്ലൊരു റാപ്പോർട്ട് ബിൽഡപ്പ് ചെയ്തെടുക്കാനും അതായത് അസസ്മെൻറ്റ് വഴി എങ്ങനെയാണ് ഒരു നല്ല സ്ട്രോങ് റാപ്പോർട്ട് ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ഫേസ് ഏതാണ്? ഓപ്ഷൻ എ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഗോൾ അറ്റൈൻമെൻ്റ് ആണോ? ബി, എക്സ്പ്ലോറേഷൻ, എൻഗേജ്മെൻറ്റ്, അസസ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്ങിലാണോ? സി, ഇവാലുവേഷൻ ആൻഡ് ടെർമിനേഷനിലാണോ? ഡി, പ്രോബ്ലം സോൾവിങ് ആൻഡ് സൊല്യൂഷൻ ഡെവലപ്മെൻ്റ് ആണോ? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ബി ആണ് വരുന്നത്. അല്ലേ, ഏതാ ബി? എക്സ്പ്ലോറേഷൻ, എൻഗേജ്മെൻറ്റ്, അസസ്മെൻറ്റ് ആൻഡ് പ്ലാനിങ്ങിലാണ് എന്ത് വരുന്നത്, ഒരു സ്ട്രോങ് റാപ്പോർട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നത്. ദ ഫേസ് involving building a strong rapport and conducting through assessment to set realistic goal is exploration, engagement, assessment and planning. ഇതൊക്കെ നമുക്ക് കേസ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് സ്റ്റെപ്സ് പഠിക്കാനുണ്ട്. അതിൽ വരുന്ന ഏരിയാസ് ആണ്. ഡീറ്റെയിൽഡ് ക്ലാസ് കാണുമ്പോൾ മനസ്സിലാക്കും. In this phase, social workers establish a trusting relationship with the clients, explore their concerns and needs,
ആൻഡ് പെർഫോം ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻറ്റ് സിറ്റുവേഷൻ അല്ലേ. ഈ ഒരു ഫേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ വർക്കർ ഒരു ട്രസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ക്ലയൻറ്റുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവരുടെ കൺസേൺസും നീഡ്സും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, പെർഫോം ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്ലയൻറ്റ് സിറ്റുവേഷൻ. ക്ലയൻറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഡീറ്റെയിൽഡ് അസസ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ പെർഫോം ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദീസ് അസസ്മെൻറ്റ് റിയലിസ്റ്റിക് ആൻഡ് അച്ചീവബിൾ ഗോൾസ് ആർ സെറ്റ്, ഫോമിംഗ് ദ ഫൗണ്ടേഷൻ ഫോർ ഇഫക്റ്റീവ് ഇൻ്റർവെൻഷൻ ആൻഡ് സപ്പോർട്ട് ത്രൂ ഔട്ട് ദ കേസ് വർക്ക് പ്രോസസ്സ് അല്ലേ. എന്താണ് ബേസ്ഡ് ഓൺ ദീസ് അസസ്മെൻറ്റ് അല്ലേ, ഈ ഒരു അസസ്മെൻറ്റ് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതും നമ്മളെ കൊണ്ട് സാധിക്കുന്നതുമായിട്ടുള്ള ഗോൾസുകൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ള ഇൻ്റർവെൻഷൻ ഫോം ചെയ്യുന്നുണ്ട്. കേസ് വർക്ക് പ്രോസസ്സിൽ ഉടനീളം സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. സോ ഒരുപാട് ഏരിയാസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സോഷ്യൽ കേസ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു സോഷ്യോളജിയിലും ഇതുപോലെ കുറച്ചൊരു ഏരിയാസ് കവറപ്പ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ വരും വീഡിയോസിൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ എക്സാമിന് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക, നല്ല രീതിയിൽ പഠിക്കുക. PG ലെവലിലെ സോഷ്യൽ വർക്ക്, സോഷ്യോളജി ഭാഗങ്ങൾ നോക്കുക, ലേബർ ലോസുകൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.